പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രത്യക്ഷീകരണ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. 3 രാജാക്കന്മാരുടെ തിരുനാൾ എന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ യേശുവിൻ്റെ കണ്ടുമുട്ടലെന്നും വിജാതിയർക്ക് രക്ഷ വെളിപ്പെടുത്തിക്കെടുത്തിയ ദിവസമെന്നും ഈ തിരുനാളിനെ വിളിക്കപ്പെടുന്നുണ്ട്. 4 സുവിശേഷങ്ങളിൽ മത്തായി, മാർക്കോസ്, ലൂക്കായുടെ സുവിശേഷങ്ങളെ സമാന്തര സുവിശേഷങ്ങളെന്നാണ് വിളിക്കുന്നത്. ചില സംഭവങ്ങൾ ഒരേപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് സമാന്തര സുവിശേഷങ്ങളെന്ന് പറയും. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനം, ആട്ടിടയന്മാർക്ക് ലഭിച്ച വിളി, ഉണ്ണിയേശുവിനെ കാണാനുള്ള ഭാഗ്യം, മാലാഖമാർ കത്തുണകളിൽ പാടിയത് ഒക്കെ വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൂജരാജാക്കന്മാരുടെ സന്ദർശനം, ഈജിപ്തിലേക്കുള്ള പലായനം, വീണ്ടും നസ്രത്തിലേക്കുള്ള വരവിനെക്കുറിച്ചൊക്കെ മത്തായി വിശദമായി നൽകുന്നുണ്ട്. ഇന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നത് ജ്യോതിശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ പൂജരാജാക്കന്മാർ നക്ഷത്രത്തിൻ്റെ ഗതിയെ പിന്തുടർന്നുകൊണ്ട് വന്ന ഉണ്ണിയെ ദർശിക്കാനായി പൊന്നും നിറയും കുന്തിരിക്കവും കാഴ്ചവെക്കുവാനായി കടന്നു വരുന്നതായി കാണാൻ കഴിയും. കിഴക്ക് നിന്നെത്തിയ രാജാക്കന്മാരെന്നാണ് അവരെ പറയുക. അവർ അത്ഭുതകരമായിട്ടുള്ള ഒരു നക്ഷത്രത്തെ കണ്ടുകൊണ്ട് ഈ ജനനത്തെ തിരിച്ചറിഞ്ഞു. ഈ 3 രാജാക്കന്മാരും പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെക്കുവാൻ കൊണ്ടുവരുന്നുണ്ട്. യേശുവിൻ്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്ന പൊന്ന്, മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന മീറ, കുന്തിരിക്കത്തെ സൂചിപ്പിക്കുന്ന ദൈവികത്വം എന്നിവയെ അംഗീകരിച്ചുകൊണ്ട് ഈ കാഴ്ചകൾ സമർപ്പിക്കുന്നു. കിഴക്ക് നിന്നെത്തിയ രാജാക്കന്മാർ എന്നാണ് അവരെ പറയുക. ഇന്ത്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും അറേബ്യ രാജ്യത്തു നിന്നും ഒക്കെ എത്തിയ രാജാക്കന്മാരെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഈ സുവിശേഷത്തിൽ കടന്നു ചെല്ലുമ്പോൾ 3 തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെങ്ങനെ യേശുവിനെ സ്വീകരിച്ചു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. കൊലപാതകി എന്ന പേര് നേടിയ, വിജാതിയിൽ നിന്ന് യഹൂദരിലേക്ക് കടന്നു വന്ന ഹെറോദ് എന്ന രാജാവ് തൻ്റെ ഭരണസുരക്ഷിതത്വം വരുത്തുവാനായിട്ട് യേശുവിനെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കും. ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് തൻ്റെ അധികാരം വളരെ സുസ്ഥിരമായിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. രണ്ടാമതായി, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്നവരാണ് ഫരിസേയരും യഹൂദ പ്രമാണികളുമൊക്കെ. എന്നാൽ ഈ ജനനത്തെ അവരവഗണിച്ചു കളയും. നിഷ്കളങ്കരായ ആട്ടിടയന്മാർ, അതുപോലെ പൂജരാജാക്കന്മാർ, അവർക്ക് യേശുവിനെ സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ആരാധിക്കുവാനുമായി അവസരം ലഭിക്കും. ഈ 3 വിഭാഗത്തിൽ നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കും ദൈവം അവസരങ്ങൾ നൽകിയിരിക്കുക. അവിടുത്തെ ആരാധിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ നിറകുടമായി മാറുവാൻ, നമ്മുടെ മാനുഷികതയെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരോട് താതാമ്യപ്പെട്ട ദൈവത്തിൻ്റെ
സ്വഭാവത്തിലേക്ക് വരുവാൻ, ഒരു പുതിയ വെളിച്ചമായി മാറുവാൻ, അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് പുതിയ പ്രകാശമായി മറ്റുള്ളവർക്ക് നക്ഷത്രം വഴികാട്ടി ഇതൊരു വഴികാട്ടിയായി മാറുവാനായിട്ടും നമ്മുടെ അന്ധകാര ശക്തികളെ എടുത്തു മാറ്റുവാനുമായിട്ടുള്ളൊരു വിളി നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ രാജാക്കന്മാർക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാനായിട്ടുള്ള ഇടയുണ്ട്. നമ്മൾ പലപ്പോഴും രക്ഷകനെ തേടുന്നത് സന്തോഷത്തിലും അധികാരത്തിലും സമ്പത്തിലും ഒക്കെ ആയിരിക്കാം. ഹെറോദേസിനെ പോലെ ഉള്ള ദുഷ്ടൻ്റെ കൊട്ടാരത്തിലേക്ക് അവർ കടന്നു ചെന്നപ്പോൾ അവർക്ക് നക്ഷത്രം അപ്രത്യക്ഷമായി എന്ന് പറയുന്നു. വെളിച്ചം അപ്രത്യക്ഷമാവുന്നത് ദൈവിക ദർശനം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. ദൈവിക ചിന്തയെ മാറ്റിക്കൊണ്ട് മാനുഷിക ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, പത്രോസേ, നിൻ്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷികമാണ്, സാത്താനെ ദൂരെ പോകുക. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർ ഹെറോദേസിൻ്റെ അരികിൽ ചെന്ന് ഉണ്ണി യേശുവിനെ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥമായ അങ്ങനെ ഒരു ശിശു ജനിച്ചിരിക്കുന്നുവെന്ന് ഹെറോദേസ് മനസ്സിലാക്കുകയും അവനെ ആരാധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും അവനെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ അവർക്ക് പെട്ടെന്ന് തന്നെ ആ ദർശനം തിരികെ കിട്ടുന്നു. കൊട്ടാരത്തിന് വെളിയിലേക്കിറങ്ങി കൊട്ടാരത്തിൽ നിന്ന് നക്ഷത്രം വഴികാട്ടിയായി ഉണ്ണി യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അവർ കാഴ്ച